മോറക്കാല സ്കൂളിൽ അന്ന് ഹെഡ് മാഷ് കെ.എ. ജോർജ് സാറാണ്. കെ.എ. ജോർജ് സാറിൻ്റെ കീഴിൽ അറബി അധ്യാപകനായിട്ട് 1971 അപ്പോയിൻമെൻ്റ് ചെയ്യണത്. അതായത് ചിരിക്കണ മുഖമാണ് എനിക്കിഷ്ടം, കരയണ മുഖം എനിക്കിഷ്ടമല്ല. ഞാൻ കരയണത് സന്തോഷം കൊണ്ട്, നിങ്ങളെ കണ്ടിട്ടുള്ള സന്തോഷം കൊണ്ടാണ് കരയണത്. കാരണം നിങ്ങൾ ഇത്രയും ഇടങ്ങാറായിട്ട് ഇത്രയും ദൂരത്തുനിന്ന് ഇത്രയും ചിലവാക്കിയിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നല്ലോ എന്നുള്ള എറണാകുളം ജില്ലയിലെ ആ ഭാഗത്തുള്ള ജീവിതം വളരെ സന്തോഷകരമായിരുന്നു. നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മോറക്കാല സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ കമ്മുക്കുട്ടി സാറാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഒരുപാട് സന്തോഷം എന്ന് പറയാൻ കാരണം എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകനാണ്. ആ അധ്യാപകൻ ഇന്ന് പട്ടാമ്പിയിലെ വീട്ടിലാണ് ഉള്ളത്. അവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. സാറിനോട് നമുക്ക് സ്കൂളിലെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാറ് ഏത് വർഷമാണ് സ്കൂളിലേക്ക് വന്നത്? 1971 സ്കൂളിൽ ചേരുന്നത്. 1971 മോറക്കാല സ്കൂളിലേക്ക് ചേരുന്നത്. അത് കഴിഞ്ഞിട്ട് 33 കൊല്ലത്തെ വർക്കിന് ശേഷം 2004 റിട്ടയർഡായി. സാറിൻ്റെ ശരിക്കുമുള്ള സ്ഥലം എവിടെയാണ്? ശരിക്കുള്ള സ്ഥലം ഇത് തന്നെ. ജനിച്ച സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറം ആണ് എൻ്റെ തറവാട്. അതിൻ്റെ പേര് അന്ന് അറിയപ്പെടുന്ന നടുവട്ടം എന്നുള്ള പേരിലാണ്. അങ്ങനെ തറവാട് പട്ടാമ്പി നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത്, പിന്നെ രായിരനെല്ലൂർ എന്നുള്ള സ്ഥലത്താണ് എൻ്റെ തറവാട്. ഞങ്ങൾ ഉമ്മയും ബാപ്പയും 9 മക്കളാണ് അവർക്കുള്ളത്. അതിൽ മൂന്നാമത്തെ ആളാണ് ഞാൻ. 9 മക്കളിൽ 6 ആണും 3 പെണ്ണുമായിരുന്നു. അതിലിപ്പോൾ അവശേഷിക്കുന്നത് ഞങ്ങൾ 3 ആൾ മരിച്ചു. ഇപ്പം 3 ആണും 3 പെണ്ണും ബാക്കിയുണ്ട്. അതിലിപ്പോൾ എൻ്റെ നേരെ ജ്യേഷ്ഠനും ഉണ്ട്, ഞാനും ഉണ്ട്. മൂത്ത ആൾ മരിച്ചു, എൻ്റെ താഴെയുള്ള ആൾ മരിച്ചു, എൻ്റെ താഴെയുള്ളതും തങ്ങന്മാർ 3 പേരുണ്ട്. ആണുങ്ങൾ 3 പേരും മരിച്ചു. ഇപ്പം എനിക്ക് 76 വയസ്സുണ്ട്. എൻ്റെ അപ്പോയിൻമെൻറ്റ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 15/8/48 അങ്ങനെ 30. സാർ, ഈ പട്ടാമ്പിയിൽ നിന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ മോറക്കാല സ്കൂളിലേക്ക് വരാൻ കാരണം? മോറക്കാല സ്കൂളിലേക്ക് വരാൻ കാരണം ഈ ദീനീപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് മദ്രസ ജോലിയായിരുന്നു. മദ്രസ ജോലിയായിട്ട് അങ്ങനെ ഇവിടെ മദ്രസ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു മുസ്ലിയാർ എറണാകുളം ജില്ലയിൽ കലൂരുണ്ടായിരുന്നു. അയാൾ എഴുതി വരുത്തി എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, അവിടെ വന്നത്. അവിടെ വന്നപ്പോൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ചേരാൻ പറ്റിയില്ല. ചേരാൻ പറ്റാതിരിക്കാൻ കാരണം ഞാൻ ഇവിടെ നിന്നിരുന്നത് ചാലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിന്നിരുന്നത്. അവർ പറഞ്ഞു നിങ്ങൾ പോകാൻ പാടില്ല, എന്താണെങ്കിലും പോകാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റൂല, ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ ഒഴിവാക്കിയത്. അതുവരെ ഒഴിവാക്കി. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് വേറെ ആളായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് സീറ്റ് കിട്ടിയത് വെണ്ണല വടക്കനേത്ത് പള്ളിയിലാണ്. ഖത്തീബായിട്ട് ആദ്യമായിട്ട് 1968 വടക്കനേത്ത് പള്ളിയിൽ ഖത്തീബായിട്ട് ജോലി കിട്ടിക്കൊണ്ട് അവിടെ ജോലിയിൽ ചേർന്നത്. അവിടെ കുറച്ച് കാലം അങ്ങനെ ഇരുന്ന് അവിടെ നിന്നാണ് ഞാൻ എൻട്രൻസ് പരീക്ഷ എഴുതിയത്. എൻട്രൻസ് പരീക്ഷ എഴുതി അവിടുന്ന് വിട്ടു പോകുന്നതിൻ്റെ ശേഷം പിന്നെ ഈ പരീക്ഷയ്ക്ക് എഴുതാൻ ലീവ് തരാത്തതിൻ്റെ പേരിൽ ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് പിണർമുണ്ട പള്ളിയിലാണ്. പിണർമുണ്ട പള്ളിയിൽ പിണർമുണ്ട പള്ളിയിൽ ഖത്തീബ് ജോലി മദ്രസ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എക്സാമിന് എഴുതി പാസ്സായിട്ട് മോറക്കാല സ്കൂളിൽ അന്ന് ഹെഡ് മാഷ് കെ.എ. ജോർജ് സാറാണ്. കെ.എ. ജോർജ് സാറിൻ്റെ കീഴിൽ അറബി അധ്യാപകനായിട്ട് 1971 അപ്പോയിൻമെൻ്റ് ചെയ്യണത്. അറബിക് സാറായിട്ട് 5 മാസം പാർട്ട് ടൈമും പിന്നെ ഫുൾ ടൈമായിട്ടും
അന്ന് എൻ്റെ കൂടെ വേറൊരു അറബി സാറുണ്ടായിരുന്നു, അതാണ് കെ എ അബ്ദുൽ ഖാർ സാർ എന്ന് പറഞ്ഞ ആളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ മൂപ്പര് പെൻഷനായിട്ട് മൂപ്പര് അത് കഴിഞ്ഞിട്ട് ഞാൻ 33 കൊല്ലത്തെ സർവീസിന് ശേഷം 2004 ഞാൻ അന്ന് നമ്മുടെ വർഗീസ് കുര്യൻ സാറാണ് HM. ഞാൻ ചേരുന്ന സമയത്ത് കെ എ ജോർജ് സാറ്, പിന്നെ വർഗീസ് സാറ്, അത് പിന്നെ VK കുര്യൻ സാറ്, ഇവരൊക്കെ HM ആയി വന്നു. ഇവരുടെയൊക്കെ കീഴിൽ ഞാനുള്ള ടൈമിലാണ് അവിടെ +2 വരുന്നത്. ഞാൻ ചെന്ന കൊല്ലത്തിലാണ് അവിടെ SSLC 8ാം ക്ലാസ് ഹൈസ്കൂളായിട്ട് കിട്ടിയത്. അതുവരെ UP സ്കൂളായിരുന്നു. ഈ 70 70-ലൊക്കെ UP ആണ്. 70-ലാണ് 8ാം ക്ലാസ്സായിട്ട് കിട്ടിയത്, അത് ഹൈസ്കൂളിൽ കിട്ടിയത്. അത് കെ എ ജോർജ് സാറ് ഹെഡ് മാഷായി. അന്ന് CH മുഹമ്മദ് കോയാണ് വിദ്യാഭ്യാസ മന്ത്രി. ഈ CH മുഹമ്മദ് കോയും ജോർജ് സാറുമായിട്ട് വലിയ അടുപ്പത്തിലായിരുന്നു. അങ്ങനെയാണ് ഈ ജോർജ് സാറിൻ്റെ കെയർ ഓഫിലാണ് അവിടെ. അല്ലെങ്കിൽ കിഴക്കമ്പലത്ത് ഹൈസ്കൂൾ ഉണ്ടാകുമ്പോൾ ഇവിടെ ഹൈസ്കൂൾ കിട്ടാനുള്ള ചാൻസ് ഇല്ല, ഇത്ര കിലോമീറ്റർ ഡിഫറൻസ് വേണമെന്നൊക്കെ അന്ന് റൂളുണ്ടായിരുന്നു, ഇന്നത്തെ പോലെയല്ല. അങ്ങനെ ഈ ജോർജ് സാറിൻ്റെ കെയർ ഓഫിലാണ് ഇവിടെ ഹൈസ്കൂൾ കിട്ടിയത്. അന്ന് HM ആയിട്ട് ജോർജ് സാറും വന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സർവീസിൽ ഇരിക്കുമ്പോഴാണ് അവിടെ +2 കിട്ടിയ കൊല്ലപ്പം എന്നാന്ന് ഓർമ്മ വരുന്നില്ല, +2-നുള്ള ഇത് കിട്ടിയത്. എവിടെ താമസിച്ചത്? അവിടെ ഞാൻ താമസിച്ച. അപ്പം അന്ന് ഈ മോറക്കാല സ്കൂളിൽ ജോലി കിട്ടുന്ന സമയത്ത് പിണർമുണ്ട പള്ളിയിലെ അധ്യാപകനാണ്, മദ്രസയിലെ ഖത്തീബുമാണ്, മദ്രസയിലെ അധ്യാപകനുമാണ്. അങ്ങനെ അവിടെ ആയിരിക്കുമ്പോഴാണ് ഇവിടെ ജോലി കിട്ടിയത്. അങ്ങനെ അവിടെയായിട്ട് അങ്ങനെ നോക്കി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പിണർമുണ്ടെന്ന് ഞാൻ കുണ്ടംകുഴി തൈക്കാവുണ്ടല്ലോ, കുണ്ടംകുഴി തൈക്കാവിലേക്ക് മാറി. കുണ്ടംകുഴി തൈക്കാവിലേക്ക് മാറിയിട്ട് അവിടെ ഒരു 10-12 കൊല്ലത്തോളം ഈ സ്കൂളും അത് കഴിഞ്ഞിട്ട് പിന്നെ കുണ്ടംകുഴി തൈക്കാവിലെ മദ്രസയും ഇമാമത്തുമായിട്ട് അവിടെ അങ്ങനെ നോക്കി. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ കുണ്ടംകുഴിയിൽ നിന്ന് മാറിയിട്ട് ഞാൻ എരുമേലി ആ മദ്രസയും പള്ളി ഉണ്ടല്ലോ, അവിടെ മദ്രസയിൽ കുറച്ച് കാലം നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ലാസ്റ്റ് പോരുന്ന സമയത്ത് നമ്മുടെ അറവക്കാരൻ ബാവക്കുഞ്ഞുണ്ടല്ലോ, ബാവക്കുഞ്ഞിൻ്റെ വീട്ടിലാണ് ഞാൻ പോരുന്നത് വരെ. അവിടെ ഇതുപോലെ കുറേ കാലം താമസിച്ചു, റിട്ടയർഡ് ആകുന്നവരെ. അപ്പോൾ മദ്രസയും പള്ളിയൊക്കെ ആണ്ട് ഒഴിവാക്കിയിട്ട് ബാവക്കുഞ്ഞിൻ്റെ കൂടെ താമസിച്ച് അപ്പോഴാണ് ഞാൻ അവിടുന്ന് റിട്ടയർഡ് ആകുന്നത്. ഈ പാർട്ട് ടൈം ആയിട്ടാണ് ആദ്യം പാർട്ട് ടൈം ആയിട്ട് 5 മാസം ഫുൾ ടൈം, അത് കഴിഞ്ഞിട്ട് ഫുൾ ടൈം ആയി. പിന്നെ സ്ഥിരമായി. ആദ്യം ശമ്പളം എത്രയായിരുന്നു? ആദ്യം ശമ്പളം എന്ന് പറഞ്ഞാൽ അന്ന് ശമ്പളം തുച്ഛ ശമ്പളേ. ഈ പാർട്ട് ടൈം ആകുമ്പോൾ 100 ഉറുപ്പ്യ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 300-ന്റെ താഴെ ഫുൾ ടൈം ആയപ്പോഴുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിങ്ങനെ ഞാൻ പെൻഷൻ പറ്റുന്ന സമയത്ത് 13,000 ഉറുപ്പ്യ, 14,000 ഉറുപ്പ്യോളം. ഇന്നിപ്പോൾ 25-30 ഒക്കെ ഉണ്ട്. അപ്പോയിൻമെൻറ്റിന് തന്നെ ഉണ്ട്, ആദ്യം തന്നെ ഉണ്ട് 20-25 ഒക്കെ. ഈ അന്ന് ഞാൻ പിന്നെ ഈ സർവീസിലിരിക്കുമ്പോൾ ഇതൊക്കെ ഈ പ്രമോഷൻ വന്ന് അറ്റം വിലയുള്ള പ്രമോഷൻ എനിക്ക് കിട്ടി. അന്ന് 13,000 ഉറുപ്പ്യാണ് ഞാൻ പോരുമ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ പെൻഷൻ മേടിക്കുന്നത് 35,930 രൂപ മേടിക്കുന്നുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ ശമ്പളം LP-ക്കാർക്കുള്ള ശമ്പളം 13,000 രൂപ, അത് ഏറ്റവും കൂടുതലാണ് അന്ന്. അത് മേടിച്ചും കൊണ്ടാണ് ഞാൻ 13,000 ആണെന്ന് എനിക്ക് തോന്നുന്നത്. 33 വർഷവും നമ്മുടെ പള്ളിക്കരയാണ് താമസിച്ചത്. ആ പള്ളിക്കര, പിണർമുണ്ട, സ്ഥലങ്ങളൊക്കെ ഓർമ്മയുണ്ട്? അവിടെ സ്ഥലങ്ങൾ അന്ന് അതിലിടക്ക് പെരിഞ്ഞാലയിൽ കുറച്ച് കാലം മദ്രസ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ജമാഅത്തിൻ്റെ അതില്ലേ സ്ഥലങ്ങളൊക്കെ ഓർമ്മയുണ്ട്? ആളുകളെയൊക്കെ ഓർമ്മയുണ്ട്? ആളുകളെ അന്നുള്ളവരെയൊക്കെ പേര് ഇപ്പാണ്ട് കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും അറിയും. എൻ്റെ ഉപ്പാനടക്കം എല്ലാവരും അറിയും. ഉപ്പാനെയൊക്കെ ആയിട്ട് വലിയ ബന്ധത്തിലായിരുന്നു. അത് ഈ പിണർമുണ്ട നിൽക്കുമ്പോൾ തന്നെ അതുപോലെ ഉമ്മാനായിട്ടും ഞാനവിടെ ഉമ്മയുടെ വീട്ടിൽ കുറേ കാലം താമസിച്ചിട്ടുണ്ട്. അവിടെ താമസിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ കുണ്ടംകുഴി തൈക്കാവിലേക്ക് അങ്ങോട്ട് മാറിയത്. അവിടെ പിന്നെ
അവിടെ ആയിരുന്നു കുറേ കാലം. അങ്ങനെ പിന്നെ കുണ്ടൻകുഴി തൈക്കാവിലേക്ക് മാറി. അന്നൊക്കെ ഈ എൻ്റെ പപ്പാനായിട്ടൊക്കെ വലിയ എല്ലാവരുമായിട്ടും നല്ല അടുപ്പത്തിലാണ്. അപ്പോൾ എന്നെ പറഞ്ഞിരുന്നത് ഈ പറഞ്ഞ മാതിരി മുരിയങ്കര മുരിയങ്കരല്ല, തറമറ്റം മൊയിലിരുന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഉണ്ണിക്കാക്കും അതുപോലെ അലിക്കുഞ്ഞിക്ക എൻ്റെ മാമ ഉണ്ടല്ലോ, മാമാക്കൊക്കെ വലിയ സ്നേഹമായിരുന്നു. അപ്പോൾ അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് കുണ്ടൻകുഴിയിലേക്ക് മാറി. കുണ്ടൻകുഴിയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ അങ്ങനെ അവിടെ 33 കൊല്ലം പല സ്ഥലത്തായിട്ടാണ് താമസം ഉണ്ടായത്. അവിടെയൊക്കെ സന്തോഷത്തിൻ്റെ, അതായത് എൻ്റെ ആ എറണാകുളം ജില്ലയിലെ ആ ഭാഗത്തുള്ള ജീവിതം വളരെ സന്തോഷകരമായിരുന്നു. ചില ആൾക്കാരോടൊക്കെ ചില നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരപരമായിട്ടൊക്കെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരാണ് 99.4% ചെറുപ്പക്കാരും വലിയവരും ചെറിയവരും എല്ലാവരും. ആർക്കും എൻ്റെ ആ ജീവിതം. അതുപോലെ ഇപ്പം ഞാൻ മോരക്കാല സ്കൂള് ക്രിസ്ത്യാനികളുടെ സ്കൂളാണെങ്കിലും അവിടെ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും തന്നിട്ട് സന്തോഷത്തിലുള്ള, അപ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു എൻ്റെ. സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇലക്ഷനും സംഭവങ്ങളൊക്കെ ഉണ്ടായില്ലേ? എലക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് അത്രയൊന്നും പ്രാധാന്യമില്ല ഏതിന്. മറ്റേ KSU അതുപോലെയുള്ളതൊന്നും ഇത്രയൊന്നും വലിയൊരു ഇതില്ല. അത് കുറേ കൂടി അത് അത്ര ഒരു പ്രാധാന്യം, ഇന്നത്തെ പ്രാധാന്യം അന്ന് ഇല്ല. ഏറ്റവും നല്ലൊരു ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ സ്കൂളിൽ എടുത്തു പറയാൻ പാകത്തിനുള്ള? സ്കൂളിലുള്ള ഓർമ്മ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ ജോർജ് സാറ് എന്ന് പറഞ്ഞ ആൾ ഏറ്റവും പ്രഗത്ഭനായിരുന്നു. എല്ലതുകൊണ്ടും എന്ത് വിചാരിച്ചാലും സാധിക്കുന്ന, രാഷ്ട്രീയപരമായിട്ടും. അതുപോലെ അന്നത്തെ ഗവൺമെൻറ് CH ആയിരുന്നു അന്ന് വിദ്യാഭ്യാസം. CHൻ്റെ ഒക്കെ വലം കൈയായിരുന്നു. അത്ര നല്ല എല്ലാത്തിനും പ്രാപ്തിയുള്ള ആളാണ്. ഞാൻ ചേരുന്ന സമയത്തുള്ള ഈ KA ജോർജ് സാർ എന്നാണ്. വേറെ പ്രത്യേകിച്ച് പറയത്തക്ക എല്ലാവരും എൻ്റെ ജീവിതം ഈ 33 കൊല്ലം അവിടെ സന്തോഷകരമായ ഒരാൾക്കും ഒരു കുറ്റം പറയാൻ പറ്റാവുന്ന രീതിയിലല്ല. എനിക്ക് ഏറ്റവും എന്നെ എല്ലാവരും ആണ് പെണ്ണടക്കം അധ്യാപകരും കുട്ടികളടക്കം വളരെ സ്നേഹത്തോടു കൂടിയാണ് ഞാൻ പോന്നിട്ടുള്ളത്. പിന്നെ പ്രസിഡൻ്റായിരുന്നത് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പരീക്കുഞ്ഞിൻ്റെ വാപ്പയായിരുന്നു. നല്ല ആള് വിദ്യാഭ്യാസം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ആൾ പ്രഗത്ഭനായിരുന്നു. എല്ലാം നിയന്ത്രിക്കുന്ന വളരെ പരിചയമായിരുന്നു. അന്ന് നല്ല ഇതിലുള്ള നിലയിലുമായിരുന്നു. അത് നല്ല ഇതുമായിരുന്നു. അന്നത്തെ പള്ളിക്കര പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് പരീക്കുഞ്ഞിൻ്റെ വാപ്പ ഇബ്രാഹിമിക്ക ആയിരുന്നു. സന്തോഷകരമായിട്ടുള്ള ജീവിതമാണ് എറണാകുളം ജില്ലയിൽ വന്നതിൻ്റെ ശേഷം എനിക്ക് അനുഭവപ്പെട്ടുള്ളത്. അതിൻ്റെ ശേഷം 2002 ഇതുപോലെ എനിക്ക് പിന്നെ ബ്ലോക്കായിട്ട് ഇവിടുന്ന് ഒരു മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് മെഡിക്കൽ ട്രസ്റ്റല്ല മറ്റേ ഇവിടെ അവിടുന്ന് ആൻജിയോപ്ലാസ്റ്റി 2002 2004 റിട്ടയർഡാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്കൊന്നും ഓർമ്മയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. നീ അന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ള സാറാണ്. ഞങ്ങൾ ഒരുമിച്ച് ടൂർ പോകാൻ നേരത്തെ, ഞാൻ 10ൽ പഠിക്കുമ്പോൾ ടൂർ പോകുമ്പോൾ സാറ് തിരുവനന്തപുരം കന്യാകുമാരി എൻ്റെ ബസ്സിലായിരുന്നു സാറുണ്ടായിരുന്നു. ശരി, 2 ബസ് ഉണ്ടായിരുന്നു. 2 ബസ് ഉണ്ടായിരുന്നു. അതിലൊരു ബസ്സിൽ സാറ് നമ്മുടെ ബസ്സിലായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുമിച്ചാണ് പോയത്. അതുപോലെ ഈ പരീക്കുഞ്ഞിൻ്റെ വീട്ടിൽ നിന്നും ഒരുപാട് ആഹാരം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഉച്ചക്ക് ഞാൻ ഉച്ചക്ക് ഊണ് കഴിക്കാതെ ഈ ചോറ് കൊണ്ടുവരാതെ വരിക. പള്ളിയിൽ നിന്നല്ലേ വരുന്നത്, ചോറ് കൊണ്ടുവരാതെ വന്നപ്പോൾ ഒരു പ്യൂണ് അവിടെ ഇവരുടെ അയൽവക്കത്തുള്ള ഒരു പ്യൂണായിരുന്നു അവിടുത്തെ ചേച്ചി. അങ്ങനെ സാറിങ്ങനെ ഊണ് കഴിക്കാതെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ, ഞാൻ അങ്ങനെ ഇബ്രാഹിമിക്കയുടെ വീട്ടിൽ നിന്ന് ചോറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പോയി തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്നും പറഞ്ഞ് കുറേ കാലം. പിന്നെ ഈ പറഞ്ഞ മാതിരി എന്താ ബുദ്ധിമുട്ടായിട്ട് പിന്നെ ചോറ് വേറെ എവിടുന്നോ കിട്ടൽ തുടങ്ങിയതുകൊണ്ട് എന്താണ്ടാണ് പിന്നെ ഒഴിവായത്. മറ്റേത് ഉച്ചക്ക് സ്കൂൾ വിട്ടാൽ
പിന്നെ അന്ന് വാപ്പയുള്ള കാലമാണ്. അവിടെ പോയി ചോറ് തിന്നിട്ടാണ് അവർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ട് അവരോട്? പറയാനെന്ന് പറഞ്ഞാൽ നാനാജാതിക്കാരെന്ന് പറഞ്ഞാൽ ഈ മോറക്കാല സ്കൂളൊക്കെ ഉണ്ടല്ലോ, മോറക്കാല സ്കൂള്, അത് മോറക്കാല പള്ളി, മോറക്കാല ഇടവക എൻ്റെ ജീവിതത്തിൽ എന്നോട് വളരെ അവരായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാതെ എന്നെ അവരുടേതായിരിക്കുന്ന ആൾക്കാരെ നോക്കും പോലെ നോക്കിയിട്ടാണ് ഇതായത്. ഇപ്പം ഈ പെരപണിയുന്ന സമയത്ത് ഞാൻ അവിടെ സർവീസിലുള്ള സമയത്താണ്. അന്ന് ഈ കാശ് നിസ്സാര കാശല്ലേ ഉള്ളൂ, വട്ടച്ചെലവിന് തികയുന്ന കാശല്ല. അപ്പം അന്നൊക്കെ ഈ പെരപണിയാനൊക്കെ VJ ഐസക് സാറ് എൻ്റെ അടുത്ത് കാശ് കടം മേടിച്ചു കൊണ്ടുവരും. എന്നിട്ട് അയാൾക്കാണ് കൊടുക്കും കേട്ടോ. അങ്ങനെ അയാളൊക്കെ ഒരുപാട് എല്ലാവരും എന്നെ നല്ല നിലയിൽ സഹായിച്ചിട്ടുണ്ട്. ഒരു നിലയിലും ആരുടെയും ഒരു ഉപദ്രവം എനിക്കുണ്ടായില്ല. ഈ നിസ്സാര ആ സംസാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അപാകതകൾ വരാമെന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പട്ടാമ്പി വരെ വന്നു, സാറിനെ കാണാൻ പറ്റി. അപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു, ഒരുപാട് കഥകൾ ഇത് കൂടാതെ പറഞ്ഞു. അപ്പൊ എല്ലാം നല്ല ഓർമ്മയുണ്ട്. എല്ലാം ഇതായിട്ട് എനിക്ക് ഓർമ്മയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു 70-ലൊക്കെയാണ് അവിടെ വന്നിട്ട്, നമ്മളൊന്നും ജനിച്ചിട്ടില്ല ആ സമയത്തൊന്നും. അപ്പൊ എന്താണെങ്കിലും സാറിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഇനിയിപ്പോൾ വേറെ എന്താ അറിയുക, ഈ പറഞ്ഞ മാതിരി ഞാൻ വളരെ മോശമായിട്ടാണ് എൻ്റെ വാപ്പയും ഉമ്മയും ഞങ്ങൾ 9 മക്കളാണ്. അന്ന് അത്ര ദാരിദ്ര്യത്തിലുള്ള ജീവിതമായിരുന്നു. ഇന്നത്തെ ജീവിതം എൻ്റെ സ്വർഗ ജീവിതമാണ്. പക്ഷേ അപ്പോൾ എനിക്ക് ഇനിയുള്ള പേടി എന്താണെന്ന് വെച്ചാൽ വേറെ ഒരിതല്ല, അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ എത്രണ്ട് ഉന്നതിയിൽ എത്താൻ പറ്റുമോ അത്രണ്ട് ഉന്നതിയിൽ ഞാൻ എത്തിയിട്ടുണ്ട്. എൻ്റെ നിലയിൽ ഉള്ള ഉന്നതിയിൽ എത്തിയിട്ടുണ്ട്. ഇനി അപ്പോൾ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അല്ലാഹു തആല ചെയ്ത് തന്ന നിഅമത്താണ് എനിക്കതൊക്കെ. ഇനിയിപ്പോൾ എനിക്ക് എന്തേ ഉള്ളൂ അറിയോ, ഇനി വേറെ എനിക്ക് മക്കളും അതുപോലെ മക്കളുടെ മക്കളും ഒക്കെ ആയി, അതൊക്കെ സന്തോഷമായി. ഇനി റബ്ബിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് പടച്ചവൻ്റെ അടുത്ത് ചെല്ലും, ഞാൻ ഇന്ന നിയമത്തുകളൊക്കെ നിനക്ക് ചെയ്തു തന്നല്ലോ, നീ എനിക്ക് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് വേണമെന്നറിയോ, ആ നരകത്തു നിന്ന് ഒഴിവാകാൻ അള്ളാഹുവിനോട് ദ്വാരക്കണം. അതാ എനിക്ക് ഇനി പ്രത്യേകിച്ച് പറയാനുള്ളൂ. വേറെ സ്വർഗത്തിൽ ഉന്നതി വേണ്ട. ഇനി ജീവിക്കാൻ ആഗ്രഹത്തിൻ്റെ ജീവിതത്തിനോട് വെറുത്തിട്ടല്ല, ഇനി അതായത് ദുനിയാവിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആകെ ഒരു കാര്യത്തിൽ അത്തിരി വിഷമമുണ്ടായിരുന്നുള്ളൂ. പടച്ചോനെ റൗള ഷരീഫും കഅബ ഷരീഫും കണ്ണുകൊണ്ടൊന്ന് കാണിച്ചു തരൂല റബ്ബേ. അതും എൻ്റെ റബ്ബ് അത് 2012 ഞാനും എൻ്റെ ഭാര്യമാരടക്കം ഹജ്ജിന് പോയിട്ട് ആ കാര്യം എൻ്റെ റബ്ബ് എനിക്ക് സാധിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എനിക്ക് മരിക്കുന്നതിൽ സന്തോഷക്കുറവില്ല. പക്ഷേ നരകത്തു നിന്ന് ഒഴിവായി കിട്ടണം. അല്ലാഹു തആല നീ എന്താ ഈ നിയമത്തൊക്കെ നിനക്ക് ചെയ്തിട്ട് എന്താണ് എനിക്ക് നീ ചെയ്തതെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്തൊന്നും പറയല്ല. അവൻ്റെ ഔദാര്യം കൊണ്ട് എന്നെ നരകത്തു നിന്ന് ഒഴിവാക്കണം. അത് നിങ്ങളെല്ലാവരും ദ്വാരക്കണം. മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. വേറൊന്നും നിങ്ങളോടല്ല. നിങ്ങളൊക്കെ ഉന്നതിയിലായിട്ട് ഇനിയും ജീവിതങ്ങൾക്ക് കുറേ കാലമുണ്ട്, മനസ്സിലായോ? നിങ്ങളൊക്കെ നല്ല ജീവിതം ഉന്നതിയിലായിട്ട് ജീവിക്കുന്നത് അതിന് ഞാൻ ആഗ്രഹിക്കുന്നു. സാറ് ചിരിക്കണ മുഖമാണ് എനിക്കിഷ്ടം, കരയണ മുഖം എനിക്കിഷ്ടമല്ല. പഠിച്ചവനുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും. ഞാൻ കരയണത് സന്തോഷം കൊണ്ട്, നിങ്ങളെ കണ്ടിട്ടുള്ള സന്തോഷം കൊണ്ടാണ് കരയണത്. കാരണം നിങ്ങൾ ഇത്രയും ഇടങ്ങാറായിട്ട് ഇത്രയും ദൂരത്തുനിന്ന് ഇത്രയും ചിലവാക്കിയിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നല്ലോ എന്നുള്ള. കമ്മുക്കുട്ടി സാറ് എന്ന് പറയുന്ന ആളുടെ പേര് ഇപ്പോഴും അവിടെ ആരോട് പറഞ്ഞാലും മനസ്സിലാവും. അത് തന്നെ ഒരു നല്ല കാര്യമല്ലേ? അതെ. ഇതിപ്പോ നമ്മുടെ ചാനലിലൂടെ ഇതെല്ലാവരും കാണും സാറിനെ. സാറിന് ഞാൻ ഇതിന്റെ ലിങ്ക് അയച്ചു തരാം. അപ്പൊ സാറിന് ഇവിടെ ഇരുന്ന് കാണാം. അവരൊക്കെ എന്താ പറയണേന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ എല്ലാവിധ ബർക്കത്തും
പടച്ച റബ്ബിലാലമീനായ തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമീൻ ഇനി ആമീൻ എന്തായാലും പ്രാർത്ഥനയിലൊക്കെ ആമീൻ സാറുണ്ടാവും. ആമീൻ ആമീൻ. നിങ്ങളെ എല്ലാ കാര്യത്തിലും അതുപോലെ നിങ്ങളും തന്നെ ഉന്നതിയിലായിട്ട് കാണാനാണ് എനിക്ക് ആഗ്രഹം. അതുപോലെ തന്നെ അല്ലാഹു തആല നിങ്ങളെ എല്ലാ കാര്യത്തിലും ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളുടെ പ്രവർത്തനത്തിലും നിങ്ങളുടെ കാര്യത്തിലും നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ജീവിതത്തിലും ആരോഗ്യവാന്മാരായി അല്ലാഹു തആല നമ്മളെ എല്ലാവരും ജീവിക്കണ കാലം ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഉന്നതിയിലുള്ള ജീവിതം നൽകട്ടെ എന്ന് അല്ലാഹുവിനോട് ഞാൻ മരിക്കുന്നത് വരെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്കൊരു കാര്യം മാത്രമാണ് പറയാനുള്ളൂ. ഇത് ഒരു അധ്യാപകനാണ്. ആ അധ്യാപകൻ്റെ സ്റ്റുഡൻ്റാണ് ഞാൻ. ഇന്ന് അധ്യാപകൻ എൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഇന്ന് നിങ്ങളുടെ അധ്യാപകന്മാരോ ടീച്ചേഴ്സൊക്കെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ വഴക്ക് പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും അവരെയൊന്നും ഒരിക്കലും വേദനിപ്പിക്കരുത്. കാരണം ഇവരും ഇതുപോലെ വന്നിരിക്കും. ഈ ഒരു സമയത്ത് ഇതുപോലെയുള്ള ഒരുപാട് കാലങ്ങളും കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നതാണ്. നമ്മളവരെ സന്തോഷിപ്പിക്കുക, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. നന്നായിട്ട് പഠിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. സാറ് പറഞ്ഞത് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതുകൂടാതെ ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ആത്മാർത്ഥതയ്ക്ക് വേണ്ടി, അതായത് അവർക്ക് ഉന്നതി കിട്ടാൻ വേണ്ടി ഒരുപാട് ദ്രോഹിക്കുകയല്ല, അവരെ ഞാൻ ശിക്ഷിച്ചിട്ടുണ്ട്. മനസ്സിലായോ? നല്ല ശിക്ഷിച്ചിട്ടുണ്ട്. അത് മറ്റു ദുരുദ്ദേശത്തിനോ അതല്ലെങ്കിൽ മറ്റൊന്നിനല്ല. അവർ നന്നാവാൻ വേണ്ടി ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് എന്നുള്ള ജീവിതം ഞാൻ പഠിപ്പിച്ചത് എൻ്റെ മക്കളിൽ ഇന്ന ആൾ പഠിപ്പിച്ചതാണ് എന്ന് സ്ഥിരം വേണമെന്നുള്ള നിലയിൽ ഞാൻ നല്ല ശിക്ഷിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ആ കാര്യത്തിൽ പക്ഷേ ഖേദിക്കണില്ലെങ്കിലും ശിക്ഷിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്. മനസ്സിലായോ? പക്ഷേ കുട്ടികളൊക്കെ പറയുന്നവരും പറയുന്നുണ്ട്, സാറാ ശിക്ഷിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് സാറ് പറഞ്ഞു തന്നത് ഇന്നും ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഒരു 95% മക്കളും പറയുന്നുണ്ട്. സാറ് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 2 പെണ്ണും കൈക്കാട് മകൾ അറിഞ്ഞില്ലേ, ഈ മകളും വേറെ തറമറ്റം തന്നെ മരിച്ച അബുവൊക്കെ ഉണ്ടല്ലോ, ആ മില്ലിൻ്റെ അടുത്തുള്ള അവരും കാണാൻ വന്നിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ സാറ് പഠിപ്പിച്ചത് ഇന്നും ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ അവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. വേദനിപ്പിച്ചത് എൻ്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ അവരോടുള്ള വെറുപ്പുകൊണ്ടല്ല, അവർ നന്നാവട്ടെ എന്നുള്ള നിലയിൽ. അത് ഇന്ന് എനിക്ക് അനുഭവത്തിൽ അവർ പറയുന്നു കേട്ടിട്ടുണ്ട്. ഞാൻ വേദനിപ്പിച്ചതിൽ ദുഃഖമുണ്ടെങ്കിലും അതവർക്ക് ഉപകരിച്ചു എന്നുള്ളതിൽ സന്തോഷമാണ്. എന്താണെങ്കിലും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു.